SSMPSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ്. നോക്കിക്കേ, 1956 നവംബർ 1 നമ്മുടെ കേരളം നിലവിൽ വന്നത് അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കിലോമീറ്ററിന് പ്രത്യേകം പഠിച്ചു പോണേ. സെൻറ്റിമീറ്ററിന് തരും, ചതുരശ്ര സെൻറ്റിമീറ്റർ, ചതുരശ്ര മീറ്റർ എന്നൊക്കെ തരും കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോകണേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ്? 3.34 കോടി. അതും 2011 സെൻസസ് പ്രകാരം. അപ്പോൾ ജനസാന്ദ്രതയോ 860 ചതുരശ്ര കിലോമീറ്ററാണ്. സ്ത്രീ പുരുഷ അനുപാതമോ 1084:1000 അല്ലേ. എന്തൊക്കെയാണ്? ജനസംഖ്യ 3.34 കോടി, ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ, സ്ത്രീ പുരുഷ അനുപാതമോ 1084. സാക്ഷരതാ നിരക്ക് 94%. ആകെ ജില്ലകൾ 14. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. മുമ്പ് പാലക്കാടായിരുന്നേ. ഇപ്പോൾ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഇപ്പോഴും ആലപ്പുഴ തന്നെയാണ്, അത് മാറിയിട്ടില്ലേ. സാക്ഷരതാ നിരക്ക് 94%. ആകെ ജില്ല 14. പിന്നെയോ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അത് തെറ്റില്ലല്ലോ അല്ലേ. നോക്കിക്കേ മക്കളെ, കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. അതേപോലെ കിഴക്കോട്ട് ഒഴുകുന്നത് 3 അല്ലേ. ഒന്നുകൂടി നോക്കിക്കേ, ആകെ നദികൾ എത്രയാണ്? 44. അതിൽ 41 നദികൾ എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ്. അതിൽ 3 മാത്രമേ എങ്ങോട്ട് പോകുന്നുള്ളൂ? കിഴക്കോട്ടേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ മക്കളെ, തീരദേശത്തിൻ്റെ നീളം എത്രയാ? 580 കിലോമീറ്റർ. നിയമസഭാ മണ്ഡലങ്ങൾ 140. തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ എത്രയാണ്? 140. എന്തൊക്കെയാ? നിയമസഭാംഗങ്ങൾ എത്രയാണ്? 141. തിരഞ്ഞെടുക്കപ്പെടുന്നത് 140. അപ്പം നമ്മൾ നിയമസഭയിൽ എത്ര ആൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? ഒരാളെയാണല്ലേ. ഒരാളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയുണ്ട്? 20 ഉണ്ട്. രാജ്യസഭാ അംഗങ്ങളോ 9 അല്ലേ. അത് മാറിപ്പോയത്. ലോക്സഭയിൽ 20 ആളും രാജ്യസഭയിൽ 9 അംഗങ്ങളുമാണ് ഉള്ളത്. ഔദ്യോഗിക മൃഗം എന്താണ്? ആനയാണ് അല്ലേ. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക പക്ഷി ആരാണ്? മലമുഴക്കി വേഴാമ്പലാണ്. ഏതാണ് ഔദ്യോഗിക പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. തെറ്റിക്കരുത്. നമ്മുടെ ഔദ്യോഗിക വൃക്ഷം എന്താണ്? തെങ്ങാണ്. അപ്പോൾ ഔദ്യോഗിക മത്സ്യമോ? കരിമീനാണ്. അപ്പോൾ ഔദ്യോഗിക പുഷ്പം എന്താണ്? കണിക്കൊന്ന. കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പമായി 2 സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് അല്ലേ. പിന്നെ ആകെ മുനിസിപ്പൽ കോർപ്പറേഷനോ? 6 കോർപ്പറേഷനായിരുന്നു ഉണ്ടായിരുന്നത്. മുമ്പ് 5 ആയിരുന്നു തോന്നുന്നല്ലേ. ഇപ്പോൾ 6 കോർപ്പറേഷനാണ്. ആകെ മുനിസിപ്പാലിറ്റികൾ എത്രയാണുള്ളത്? 87 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. ആകെ ബ്ലോക്ക് പഞ്ചായത്ത് 152. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയാണ്? 1209. സംശയമൊന്നുമില്ലല്ലോ അല്ലേ. ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും ജലസമൃദ്ധമായ നദിയോ? അതും പെരിയാർ തന്നെ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകൾ. അതിലേറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാലോ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. 34 കായലുകൾ. അതിലേറ്റവും വലുത് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് മക്കളെ? ശാസ്താംകോട്ട കായലാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അതിൻ്റെ ഉയരം എത്രയാ? 2695. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. ഒന്നുകൂടെ, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. പിന്നെ ഏറ്റവും ഒടുവിൽ രൂപമെടുത്ത ജില്ല ഏതാണ്? കാസർഗോഡ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്?
EMS നമ്പൂതിരിപ്പാടാണല്ലേ. അപ്പോൾ ആദ്യത്തെ ഗവർണറോ BR കൃഷ്ണറാവു. ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പിയാണല്ലേ. എന്തൊക്കെയാണ്? ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു ആണ്. പിന്നെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? ശങ്കരനാരായണൻ തമ്പി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. അതേപോലെ തന്നെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞതോ വയനാട്ടിലാണല്ലേ. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയോ? ഇടുക്കിയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്, ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. അപ്പോൾ തെറ്റില്ലല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞു അല്ലേ, ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ്. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കോട്ടയമാണ്. അപ്പോൾ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കിയാലോ. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരും, ഏറ്റവും കുറഞ്ഞ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയും, സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം, സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? വയനാട്. ഇനി തെറ്റില്ലല്ലോ. അപ്പം നമ്മൾ പഠിക്കുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ്. അതിലിപ്പം നമ്മൾ കേരളത്തിനെ പറ്റി ഒരുവിധം ഏകദേശം ഒരു ചെറിയൊരു ബേസായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ, പിന്നെ ഭൂപ്രകൃതി, കാലാവസ്ഥ, പശ്ചിമഘട്ടവും മലകളും, പിന്നെ നദി, വെള്ളച്ചാട്ടം, കായലുകൾ, ദ്വീപുകൾ, വനങ്ങൾ, പിന്നെ ദേശീയ പതാക, പിന്നെ വിദ്യാഭ്യാസം, അണക്കെട്ടുകൾ, വൈദ്യുതി, കൃഷി, വിള, പിന്നെ അവസാനമാണ് വ്യവസായം. ഇനി ഇതൊക്കെ പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ ആകെ കിട്ടിയത് ചെറിയൊരു വിവരമാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ എന്താണെന്ന് പഠിക്കാം.